ടോപ്പ് ട്യൂഷന്റെ ബയോളജി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 3 റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷനിൽ വരുന്ന ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ വൈ ആൽവിയോളി ആർ എഫിഷ്യന്റ് ഗ്യാസ് എക്സ്ചേഞ്ച് സർഫസസ്. ആൽവിയോളി എഫിഷ്യന്റ് ആയിട്ടുള്ള ഗ്യാസ് എക്സ്ചേഞ്ച് സർഫസ് ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ആൽവിയോളി പറയുന്നത് എക്സ്ട്രീംലി ന്യൂമറസ് ആണ്. അതിന് വലിയ സർഫസ് ഏരിയ ആണ് ഉള്ളത്. അവരുടെ വോൾസും കാപ്പിലറി വോൾസ് ഒക്കെ തിക്കും മോയിസ്റ്റും ആണ്. ഇത് വന്നിട്ട് ഡിഫ്യൂഷൻ ഡിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യണം. അതോടൊപ്പം തന്നെ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സപ്ലൈ ആണ് ആൽവിയോളൈക്ക് ഉള്ളത്. ഇത് വന്നിട്ട് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഇതിനകത്തുള്ള സർഫക്റ്റന്റ് വന്നിട്ട് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഗ്യാസ് എക്സ്ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. They are extremely numerous, giving large surface area. Their walls and capillary walls are one cell, thick and moist, reducing diffusion distance. They have a rich blood supply to maintain concentration gradients. Surfactant help them stay open for steady gas exchange. Question: What factors create high pressure for ultrafiltration in glomerulus? Glomerulus ultrafiltration ഹൈ പ്രഷർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അഫറന്റ് ആർട്ടറിയോളിനെക്കാളും ലാർജർ ഡയാമീറ്റർ ആണ് ഉള്ളത്. ഈ ഒരു ഡിഫറൻസ് വന്നിട്ട് ഹൈ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഗ്ലോമറുലർ കാപ്പിലറീസിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഹൈ പ്രഷർ വന്നിട്ട് സ്മോൾ മോളിക്യൂൾസിനെ പോറസിലൂടെ ബൗമാൻസ് കാപ്സ്യൂളിൽ എത്താൻ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഗ്ലോമറുലർ ഫിൽട്രേറ്റ് ഉണ്ടാവുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The afferent arteriole has a larger diameter than the efferent arteriole. This difference creates high hydrostatic pressure in glomerular capillaries. The high pressure forces small molecules through pores into Bowman's capsule. This forms the glomerular filtrate. Question: Why are all filtrate components not present in urine? എന്തുകൊണ്ടാണ് യൂറിനിൽ എല്ലാ ഫിൽട്രേറ്റ് കമ്പോണൻസും കാണാൻ കഴിയാത്തത്? ഇപ്പൊ യൂസ്ഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ്, അതായത് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, പിന്നെ മറ്റ് അയൺസ് ഒക്കെ ബ്ലഡിലോട്ട് തന്നെ റീഅബ്സോർവ് ചെയ്ത് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബോഡിക്ക് ആവശ്യമുള്ള വാട്ടറും റീഅബ്സോർവ് ചെയ്തിട്ട് പോകുന്നുണ്ട്. അപ്പൊ മറ്റ് എക്സ്ട്രാ അയേൺസും അതുപോലെ വേസ്റ്റ് ഒക്കെയാണ് ട്യൂബ്യൂളിലോട്ട് സെക്രീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ അവസാനം നമുക്ക് കിട്ടുന്ന യൂറിനിൽ വന്നിട്ട് യൂറിയയും യൂറിക് ആസിഡും ക്രിയാറ്റിനൈനും വാട്ടറും പിന്നെ ചില സോൾട്സും ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Useful substances like glucose, amino acids and many ions are reabsorbed. Water is reabsorbed according to body needs. Some extra ions and waste are secreted into the tubule. Urine finally contains mainly urea, uric acid, creatinine, water and some salts. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Question: How does pulmonary circulation support excretion? എങ്ങനെയാണ് പൾമിനറി സർക്കുലേഷൻ എക്സ്ക്രീഷനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇപ്പൊ പൾമിനറി സർക്കുലേഷൻ വന്നിട്ട് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സിലുള്ള ഗ്യാസ് എക്സ്ചേഞ്ച് വഴി റിമൂവ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സെല്ലുലാർ റെസ്പിറേഷന് ആവശ്യമുള്ള ഓക്സിജന് പൾമിനറി സർക്കുലേഷൻ ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല ബ്ലഡിലുള്ള pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ ഹോമിയോസ്റ്റസിസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ കിഡ്നീസിന്റെയും ലിവറിന്റെ ഒക്കെ കൂടെ ചേർന്നിട്ട് ഇന്റേണൽ എൻവിറോൺമെന്റ് സ്റ്റേബിൾ ആയിട്ട് കീപ്പ് ചെയ്യാനും പൾമിനറി സർക്കുലേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. It removes carbon dioxide produced by cells via gas exchange in lungs. It loads oxygen needed for cellular respiration. This helps maintain blood pH and homeostasis. It works with kidneys and liver to keep the internal environment stable. Question: Why are immunosuppressants needed after a kidney transplant? എന്തുകൊണ്ടാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റിന് ശേഷം ഇമ്മ്യൂണോസപ്രൻസ് ആവശ്യമാണെന്ന് പറയുന്നത്? ഒരു ട്രാൻസ്പ്ലാന്റഡ് കിഡ്നിനെ ഒരു റെസിപ്പിയന്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഇമ്മ്യൂണോസപ്രൻസ് വന്നിട്ട് ഈ ഒരു ഇമ്മ്യൂൺ റിയാക്ഷനെ റെഡ്യൂസ് ചെയ്യുന്നു. അത് മാത്രമല്ല
പുതിയതായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത കിഡ്നീൻ്റെ നല്ല രീതിക്ക് ഫങ്ഷൻ ചെയ്യാനും ഇമ്മ്യൂണോ സപ്രൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇമ്മ്യൂണോ സപ്രൻസ് കൂടാതെ നമ്മൾ റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. കാരണം നമ്മുടെ മെഡിസിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ ഹെൽത്ത് മോണിറ്റർ ചെയ്യാനാണ്. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The recipient's immune system can attack the transplanted kidney. Immunosuppressants reduce immune reactions. This helps the new kidney function in the body. Regular follow-ups are needed to adjust medicines and monitor health. Question: How do hydatodes help in plant excretion? എങ്ങനെയാണ് ഹൈഡാത്തോഡ്സ് പ്ലാന്റ് എക്സ്ക്രീഷന് ഹെൽപ്പ് ചെയ്യുന്നത്? ഹൈഡാത്തോഡ് വന്നിട്ട് ലീവ്സിലുള്ള വാട്ടറും സോൾട്സ് ഒക്കെ റിലീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിന് നമ്മൾ ഗട്ടേഷൻ എന്നാ പറയാം. അപ്പോൾ ഇത് നമ്മുടെ പ്ലാന്റ് ടിഷ്യൂസിലുള്ള എക്സ്ട്രാ സോൾട്സും വാട്ടറും റിമൂവ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്ലാന്റ്സിന്റെ ഇന്റേണൽ ബാലൻസ് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Hydatodes release water and salts from leaves. This process is called guttation. It removes extra salts and water from plant tissues. It supports internal balance in plants. Question: What changes in blood happen at systemic tissues? Systemic tissuesൽ ബ്ലഡിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? അപ്പോൾ സിസ്റ്റമിക് ടിഷ്യൂസിൽ ഓക്സി ഹീമോഗ്ലോബിൻ വന്നിട്ട് ടിഷ്യൂ ഫ്ലൂയിഡിലോട്ടും അതുപോലെ തന്നെ സെല്ലിലോട്ടും ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെൽസിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വന്നിട്ട് ബ്ലഡിലോട്ടും പ്ലാസ്മയിലോട്ടും അതുപോലെ തന്നെ റെഡ് ബ്ലഡ് സെൽസിലോട്ടും ട്രാൻസ്ഫർ ആവുന്നുണ്ട്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വന്നിട്ട് ഈ RBCയിൽ വെച്ചിട്ട് ബൈ കാർബണേറ്റ് ആയിട്ട് ഫോം ചെയ്യുകയും അത് വന്നിട്ട് ഹീമോഗ്ലോബിൻ ആയിട്ട് ബൈൻഡ് ആവുകയും ചെയ്യുന്നു. തിരിച്ച് ഈ ബ്ലഡ് വന്നിട്ട് അതായത് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഈ ബ്ലഡ് വന്നിട്ട് തിരിച്ച് ലങ്സിലോട്ട് പോവുകയും കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഓക്സി ഹീമോഗ്ലോബിൻ റിലീസസ് ഓക്സിജൻ ഇൻടു ടിഷ്യൂ ഫ്ലൂയിഡ് ആൻഡ് ദെൻ ഇൻടു ദ cells. Carbon dioxide from cells enters blood, plasma and RBCs. Carbon dioxide forms bicarbonate in RBCs and binds to hemoglobin. Blood returns to lungs carrying carbon dioxide for removal. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. Question: How is lactic acid fermentation different from alcoholic fermentation? എങ്ങനെയാണ് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ ആൽക്കഹോളിക് ഫെർമെന്റേഷനിൽ നിന്നും ഡിഫറെന്റ് ആവുന്നത്? ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷനിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലാതെ 2 ATPയും ലാക്റ്റിക് ആസിഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേസമയം ആൽക്കഹോളിക് ഫെർമെന്റേഷനിൽ വന്നിട്ട് 2 ATPയും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡും എത്തനോളും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ യൂസ് ചെയ്യുന്നത് ലാക്ടോബാസിലസ് പോലത്തെ ബാക്ടീരിയകളാണ്. ആൽക്കഹോളിക് ഫെർമെന്റേഷൻ വന്നിട്ട് ഈസ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ പ്രൊഡ്യൂസസ് ലാക്റ്റിക് ആസിഡ് ആൻഡ് 2 ATP വിത്തൗട്ട് കാർബൺ ഡൈ ഓക്സൈഡ്. ആൽക്കഹോളിക് ഫെർമെന്റേഷൻ പ്രൊഡ്യൂസസ് എത്തനോൾ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് 2 ATP. Lactic acid fermentation is used by bacteria like Lactobacillus. Alcoholic fermentation is done by yeast. Question: What simple test detects glucose in urine and what does color mean? യൂറിനിലുള്ള ഗ്ലൂക്കോസ് ഡിറ്റക്ട് ചെയ്യാനുള്ള സിമ്പിൾ ടെസ്റ്റ് ഏതാണ്? അതിനകത്തുള്ള കളേഴ്സ് എന്താണ് മീൻ ചെയ്യുന്നത്? ഇപ്പൊ യൂറിനിലുള്ള ഗ്ലൂക്കോസ് ഡിറ്റക്ട് ചെയ്യാനുള്ള സിമ്പിൾ ടെസ്റ്റ് എന്ന് പറയുന്നത് ബെനഡിക്ട്സ് ടെസ്റ്റ് ആണ്. അപ്പൊ ഇതിൽ ബ്ലൂ കളർ ആണെങ്കിൽ നോ ഷുഗർ എന്നാണ് അർത്ഥം. അതേസമയം ഗ്രീൻ ടു യെല്ലോ ആണെങ്കിൽ ലോ ഷുഗർ എന്ന അർത്ഥം. ഓറഞ്ച് ടു റെഡ് ആണെങ്കിൽ ഹയർ ഷുഗർ ലെവലാണ് അതിൽ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ഒരു കളർ വ്യത്യാസം വന്നിട്ട് നമുക്ക് ഡയബറ്റീസ് ഉണ്ടോ അല്ലെങ്കിൽ നമ്മുടെ യൂറിനിൽ ഷുഗർ ഉണ്ടോ ഇല്ലയോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Benedict's test detects glucose by color change on heating with a reagent. Blue means no sugar, green to yellow means low sugar, orange to red means higher sugar levels. Presence of sugar suggests possible diabetes. Question: Why does the body breathe faster during exercise? എന്തുകൊണ്ടാണ് എക്സസൈസ് സമയത്ത് നമ്മുടെ ശരീരം കൂടുതൽ ബ്രീത്ത് ചെയ്യുന്നത്? എക്സസൈസ് ചെയ്യുമ്പോൾ മസിൽസിന് കൂടുതൽ ഓക്സിജൻ ആവശ്യം വരുന്നുണ്ട്.
അതോടൊപ്പം തന്നെ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്യേണ്ടിയും വരുന്നുണ്ട്. അതുകൊണ്ടാണ് എക്സസൈസ് സമയത്ത് നമ്മുടെ ശരീരം ഫാസ്റ്റ് ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജന്റെ ഇൻടേക്കും കൂടും, അതോടൊപ്പം കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ റിമൂവലും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. മസിൽസ് നീഡ് മോർ ഓക്സിജൻ ടു മേക്ക് മോർ ATP. More carbon dioxide is produced and must be removed quickly. Faster breathing increases oxygen intake and carbon dioxide removal. This supports higher energy demand. Question: what is the role of skin in excretion and homeostasis? എക്സ്ക്രീഷനിലും ഹോമിയോസ്റ്റസിസിലും സ്കിന്നിന്റെ റോള് എന്താണ്? ഇപ്പൊ സ്കിന്ന് വന്നിട്ട് എക്സസ് ആയിട്ടുള്ള വാട്ടറും സോൾട്ടൊക്കെ സ്വെറ്റിലൂടെ റിമൂവ് ചെയ്ത് കളയും. അപ്പൊ സ്വെറ്റിംഗ് വന്നിട്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള വാട്ടർ സോൾട്ട് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ സ്കിന്ന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. സ്കിൻ റിമൂവ്സ് വാട്ടർ ആൻഡ് സോൾട്ട് ത്രൂ സ്വെറ്റ്. സ്വെറ്റിംഗ് ഹെൽപ്സ് കൺട്രോൾ ബോഡി ടെമ്പറേച്ചർ. This helps maintain internal water salt balance. Subscribe to this channel for more videos like this. Question: what are the dangers of holding urine for long periods? കുറേ നേരത്തിന് യൂറിൻ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഡേഞ്ചേഴ്സ് എന്തൊക്കെയാണ്? ഇപ്പൊ യൂറിൻ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ യൂറിനറി ട്രാക്റ്റിലുള്ള ബാക്ടീരിയ ഫ്ലഷ് ചെയ്യാൻ അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് പല ഇൻഫെക്ഷൻസും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ കിഡ്നി തന്നെ ഹാം ചെയ്യും. അപ്പൊ ടൈംലി യൂറിനേഷൻ വന്നിട്ട് ഇത്തരം റിസ്ക് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. It prevents flushing out bacteria from the urinary tract. Bacteria may multiply and cause infections. Infections can spread and harm the kidneys. Timely urination reduces these risks. Question: how do kidneys help regulate blood pressure? Kidneys എങ്ങനെയാണ് blood pressure regulate ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? ഇപ്പൊ കിഡ്നീസ് വന്നിട്ട് നമ്മുടെ ബ്ലഡിലുള്ള വാട്ടറിന്റെയും സോൾട്ടിന്റെയും എമൗണ്ട് കൺട്രോൾ ചെയ്യും. അതോടൊപ്പം തന്നെ ഈ റീഅബ്സോർപ്ഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് മൂലം ബ്ലഡിന്റെ വോളിയം ഇത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ബ്ലഡ് വോളിയം വന്നിട്ട് നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതൊക്കെ വന്നിട്ട് ഹോമിയോസ്റ്റസിന്റെ ഭാഗമാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ ഒന്നും കൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. കിഡ്നീസ് കൺട്രോൾ ദ എമൗണ്ട് ഓഫ് വാട്ടർ ആൻഡ് സോൾട്ട് ഇൻ ബ്ലഡ്. By adjusting reabsorption, they influence blood volume. Proper blood volume helps maintain normal blood pressure. This is a part of homeostasis. Question: what happens to carbon dioxide in the lungs before exhalation? എക്സലേഷന് മുമ്പ് ലങ്സിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന് എന്താണ് സംഭവിക്കുന്നത്? ഇപ്പൊ കാർബമിനോ ഹീമോഗ്ലോബിനും ബൈകാർബണേറ്റും കൂടെ ഡിസോസിയേറ്റ് ചെയ്തിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നത്. ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് പിന്നീട് ഡിഫ്യൂസ് ചെയ്തിട്ട് പ്ലാസ്മയിലോട്ട് മൂവ് ആവുന്നു. അതിനുശേഷം ആൽവിയോളയിലോട്ടാണ് മൂവ് ആവുന്നത്. അപ്പൊ ഹൈ കാർബൺ ഡൈ ഓക്സൈഡ് അത് കാപ്പിലറി ബ്ലഡിൽ ഹൈ കാർബൺ ഡൈ ഓക്സൈഡ് വന്നിട്ട് ആൽവിയോളയിലുള്ള ലോ ലെവൽസിലോട്ടാണ് മൂവ് ആയി പോകുന്നത്. അവിടെ നിന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ് എക്സൈൽ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. കാർബമിനോ ഹീമോഗ്ലോബിൻ ആൻഡ് ബൈകാർബണേറ്റ് ഡിസോസിയേറ്റ് ടു റിലീസ് carbon dioxide. Carbon dioxide diffuses into plasma and then into alveoli. The high carbon dioxide in capillary blood moves to lower levels in alveoli. Carbon dioxide is then exhaled. Question: why are the walls of alveoli and capillaries thin and moist? എന്തുകൊണ്ടാണ് ആൽവിയോളയിലുള്ള വോൾസും കാപ്പിലറീസും തിന്നും മോയിസ്റ്റും ആയിട്ടിരിക്കുന്നത്? ഇപ്പൊ തിൻ വോൾസ് വന്നിട്ട് ഗ്യാസസിന്റെ ഡിഫ്യൂഷൻ ഡിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യുന്നു. മോയിസ്ചർ വന്നിട്ട് ഗ്യാസസിനെ ഡിസോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുമൂലം ഡിഫ്യൂഷൻ വളരെയധികം ഈസി ആവുന്നു. പിന്നെ ഇത് വന്നിട്ട് ഓക്സിജന്റെ എൻട്രിയും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എക്സിറ്റും സ്പീഡപ്പ് ചെയ്യുന്നു. ഇതുമൂലം എഫിഷ്യന്റ് ആയിട്ടുള്ള ഗ്യാസ് എക്സ്ചേഞ്ച് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം.
Thin walls reduce the distance for diffusion of gases. Moisture dissolves gases, making diffusion easier. This speeds up oxygen entry and carbon dioxide exit. It ensures efficient gas exchange. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.